നമസ്കാരം, മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 1201 കുംഭം. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഈ കാലയളവ് കലാ സാംസ്കാരിക സാഹിത്യം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരവും പ്രശസ്തിയും നൽകും. കോടതി നടപടികളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം. ദീർഘകാലമായി കർമ്മരംഗത്തുണ്ടായിരുന്ന അലസത മാറി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും. ദമ്പതികൾക്കിടയിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടുകയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും. ഭൂമി സംബന്ധമായ ഇടപാടുകൾക്കും യൂണിഫോം തസ്തികകളിലേക്കുള്ള ശ്രമങ്ങൾക്കും ഈ സമയം അനുകൂലമാണ്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. പുതിയ തൊഴിൽ ബിസിനസ് അവസരങ്ങൾ തേടിയെത്തുന്ന സമയമാണിത്. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക ക്ലേശങ്ങൾ മാറി ഐശ്വര്യം കൈവരും. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നും. സാഹിത്യകാരന്മാർക്ക് ധനലാഭവും കീർത്തിയും ലഭിക്കും. മാനസിക സമ്മർദ്ദങ്ങൾ കുറയുകയും പുതിയ സൗഹൃദങ്ങൾ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുമെങ്കിലും അമിതമായ ആഡംബരങ്ങൾ സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ചേക്കാം. കൂട്ടുകെട്ടുകളിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. കർമ്മരംഗത്ത് മാറ്റങ്ങൾ സംഭവിക്കാം. ചിലർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വരുമാനക്കുറവ് അനുഭവപ്പെട്ടേക്കാം. രാഹു വ്യാഴ ദശകൾ നടക്കുന്നവർ പ്രത്യേകം ഗ്രഹദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള വിരോധം നേരിടാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സാമ്പത്തിക ഇടപാടുകളിലും സർക്കാർ കാര്യങ്ങളിലും അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. ചൊവ്വയുടെ സ്ഥാനം അനുകൂലമല്ലെങ്കിൽ ദാമ്പത്യത്തിലും സ്വത്ത് വകകളിലും തിരിച്ചടികൾ നേരിട്ടേക്കാം. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് അലർജി സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പ്രതീക്ഷിക്കാത്ത പെരുമാറ്റം ഉണ്ടായേക്കാം. സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. യാത്രകൾ കൂടുതലായി വേണ്ടിവരികയും അവ വഴി ചില ക്ലേശങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യാം. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. തൊഴിലിടങ്ങളിലെ വാക്കുതർക്കങ്ങൾ ജോലി നഷ്ടപ്പെടാൻ വരെ കാരണമായേക്കാം. എന്നാൽ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ബലവാനായി നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ രംഗത്തും സാഹിത്യരംഗത്തും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവർ ജാഗ്രത പുലർത്തണം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ആരോഗ്യപരമായ പുരോഗതിയും രോഗമുക്തിയും ഈ കാലയളവിന്റെ പ്രത്യേകതയാണ്. അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. പോലീസ്, പട്ടാളം, സ്പോർട്സ് മേഖലയിലുള്ളവർക്ക് ഉന്നത പദവികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് മികച്ച അവസരങ്ങൾ ലഭിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. വിജയസാധ്യത വളരെ കൂടുതലായി കാണുന്നു. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. മിശ്രഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് കാണുന്നത്. ഉന്നത വ്യക്തികളെ പരിചയപ്പെടാൻ അവസരം ലഭിക്കുമെങ്കിലും ശത്രുശല്യം വർദ്ധിച്ചേക്കാം. വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ടെങ്കിലും സാമ്പത്തികമായി ലാഭകരമാകണമെന്നില്ല. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് കുടുംബകലഹങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. തൊഴിലിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കാത്തത് മനോവിഷമത്തിന് കാരണമാകാം. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകിച്ച് ചർമ്മരോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പരീക്ഷണങ്ങൾ നിറഞ്ഞ ഒരു മാസമായിരിക്കും ഇത്. ജോലിയുമായി ബന്ധപ്പെട്ട യാത്രകൾ ക്ലേശകരമായേക്കാം. ഉഷ്ണരോഗങ്ങൾ, നേത്ര ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത ആവശ്യമാണ്. എന്നാൽ ദീർഘകാലമായുള്ള പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങാൻ ഈ സമയം അനുകൂലമാണ്. ഭക്ഷണക്രമത്തിൽ കൃത്യത പാലിക്കുന്നത് ആരോഗ്യക്ഷയം തടയാൻ സഹായിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വിദേശ പഠനത്തിനും ജോലിക്കും ശ്രമിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാണിത്. സ്കോളർഷിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. വ്യാപാര രംഗത്തുള്ളവർക്ക് സാമ്പത്തിക ഉന്നതിയും പുതിയ അവസരങ്ങളും വന്നുചേരും. വാഹനഭാഗ്യം, ആഭരണ ലബ്ധി എന്നിവയും പ്രതീക്ഷിക്കാം. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനകയറ്റത്തിന് സാധ്യത കാണുന്നു. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സാമ്പത്തിക വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതിനാൽ ചിലവുകൾ നിയന്ത്രിക്കണം. ആലോചനയില്ലാത്ത തീരുമാനങ്ങൾ ദീർഘകാല ദോഷങ്ങൾക്ക് കാരണമായേക്കാം. സംസാരത്തിൽ പരുഷത ഒഴിവാക്കുന്നത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ സഹായിക്കും. നേത്രരോഗങ്ങൾക്കോ നാഡീ സംബന്ധമായ അസ്വസ്ഥതകൾക്കോ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ സ്ഥലമാറ്റങ്ങളോ തടസ്സങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സംസാരം പ്രധാനമായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അധ്യാപകർ, അഭിഭാഷകർ വാക്കുകൾ അതീവ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. സാമ്പത്തിക നിക്ഷേപങ്ങളിൽ ജാഗ്രത വേണം. ഹൃദ്രോഗ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ചികിത്സയിൽ വീഴ്ച വരുത്തരുത്. കുടുംബജീവിതത്തിൽ പങ്കാളിയുമായി കലഹങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അനാവശ്യ ബന്ധങ്ങൾ കുടുംബസമാധാനത്തെയും സാമ്പത്തിക നിലയെയും ദോഷകരമായി ബാധിച്ചേക്കാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ദാമ്പത്യത്തിൽ താൽക്കാലികമായി അകൽച്ചയോ വിദേശയാത്രകൾ മൂലമുള്ള വേർപിരിയലോ അനുഭവപ്പെട്ടേക്കാം. അമിത ആഡംബരങ്ങൾ ഒഴിവാക്കുന്നത് സാമ്പത്തിക ഭദ്രതയ്ക്ക് നല്ലതാണ്. ആരോഗ്യകാര്യത്തിൽ ആയുർവേദ ചികിത്സകൾ തേടുന്നത് ഉചിതമായിരിക്കും. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലാത്തപക്ഷം നിയമപരമായ പ്രശ്നങ്ങളിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. സ്ത്രീകളുമായുള്ള ഇടപാടുകളിൽ മാന്യത പുലർത്തുന്നത് മാനഹാനി ഒഴിവാക്കാൻ സഹായിക്കും.
ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.